ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായിട്ട് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ലായിരുന്നു. അപ്പം ഇന്ന് നിങ്ങളെയൊക്കെ ഇടയ്ക്ക് വന്ന് കാണണ്ടേ, അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചപ്പം നമ്മൾ കുറച്ച് കപ്പ പറിക്കാൻ പോവുകയാണ്. അപ്പം കപ്പ പറിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എത്രയും കപ്പ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് വൈകിട്ടത്തേനുള്ള കപ്പ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എത്ര കപ്പ കിട്ടുമെന്നൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. ഞങ്ങളപ്പോൾ കപ്പ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വിചാരിച്ച് കപ്പ പറിച്ച് കഴിയുമ്പോഴത്തേനും രാത്രിയായി പോകുമല്ലോ, കുറച്ച് പുതിയ കപ്പയ്ക്കും ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കപ്പ പറിക്കാമെന്ന്. അപ്പം ഞാൻ ഈ കപ്പയ്ക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. ഈ കപ്പയല്ല കേട്ടോ പറിക്കുന്നത്, വേറെ കപ്പ. ആദ്യം പണ്ട് ഞങ്ങളിവിടെ താമസം തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷം നട്ട കപ്പയാണ് ഇത്. അച്ഛനും മോളും പുറകിൽ അവിടെയുള്ള ചെടികൾക്കും പുതിയ സംഭവങ്ങളൊക്കെ നട്ടതിനൊക്കെ വെള്ളം ഒഴിക്കുകയാണിത്. ഈ കപ്പയാണ് നമ്മൾ പറിക്കുന്നത്. നമ്മളിങ്ങോട്ട് താമസം മാറിയത് കഴിഞ്ഞ വർഷം, അതിനും തൊട്ട് മുന്നേ നട്ട കപ്പയാണ്. ഒരുപാട് കപ്പയൊന്നുമില്ല, കുറച്ച് കപ്പയേ ഉള്ളൂ. ഒത്തിരി വളമൊന്നും ഇട്ട് കൊടുത്ത കപ്പയൊന്നും അല്ല അത്. കാരണം എങ്ങനെ കിട്ടുന്നതെന്ന് അറിയത്തില്ല. തന്നെയല്ല ഈ മണ്ണപ്പടി തറഞ്ഞാണ്. നമ്മൾ മണ്ണിന് എന്തെങ്കിലും ചെയ്യുന്നതിനൊക്കെ മുന്നേ നട്ട കപ്പയാണേ. കപ്പ പറിക്കുന്നുണ്ട്, പറിച്ചു കഴിയുമ്പോൾ അറിയാം എത്രയും കിട്ടുന്നത്. ചില കിഴങ്ങൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ചിലതൊക്കെ ഭയങ്കര ഉരുണ്ട് ചെറുതായിപ്പോയി, ചിലത് നല്ല വലുതായിട്ടും വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അപ്പോൾ കപ്പ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇത്രയും കപ്പയുണ്ട്. അപ്പം ഞങ്ങളിന്ന് കപ്പ പുഴുങ്ങി കഴിക്കട്ടെ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു.